കപ്പലിൽ ജീവിക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിന് ആവശ്യമായ കപ്പൽ ടിക്കറ്റുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. കപ്പൽ ടിക്കറ്റുകൾ റിലീസ് ചെയ്യുന്ന ഓൺലൈൻ സൈറ്റിന് നിലവാരമില്ലെന്നും ടിക്കറ്റുകൾ മൊത്തമായി ഏജൻസികൾ ബുക്ക് ചെയ്യുന്നതിനാൽ സാധാരണക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ലക്ഷദ്വീപ് നിവാസികളായ 3500-ലധികം ആളുകളാണ് കൊച്ചിയിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പഠിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായുള്ളത്. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ വോട്ട് ചെയ്യാനായി ഭൂരിഭാഗം പേരും ടിക്കറ്റുകൾക്കായി ശ്രമിച്ചെങ്കിലും ഓൺലൈൻ സൈറ്റിൽ പേയ്മെന്റ് ഓപ്ഷൻ എത്തുമ്പോൾ സൈറ്റ് തകരാറിലാകുന്ന അവസ്ഥയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറുന്ന ഭൂരിഭാഗം ആളുകൾക്കും അതിലെ പേയ്മെന്റ് സെക്ഷൻ എത്തുമ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ചില ആളുകൾ അത് ഹാക്ക് ചെയ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അതിലെ ടിക്കറ്റുകൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയും അത് കാരണം ബാക്കിയുള്ള സാധാരണക്കാരായ 1-2 ടിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്ന കുടുംബങ്ങൾക്കോ വ്യക്തികൾക്കോ ആ സൈറ്റിൽ നിന്നും ടിക്കറ്റുകൾ ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കപ്പലുകളുടെ 50% ടിക്കറ്റുകൾ ഓഫ്ലൈൻ റിലീസിംഗ് നടത്തണമെന്നും വൻകരയിൽ പഠന ആവശ്യത്തിനായി വന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ ഉറപ്പുവരുത്തി ദ്വീപിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും ദ്വീപ് നിവാസികൾ ഇലക്ഷൻ ചുമതല വഹിക്കുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇലക്ഷൻ കാലയളവിലെങ്കിലും ടിക്കറ്റ് പകുതിയെങ്കിലും 50% ഓഫ്ലൈനിലൂടെ നൽകിയാൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ കൗണ്ടറുകളുണ്ട്. ഗാന്ധിനഗറിലെ ഗസ്റ്റ് ഹൗസിൽ പ്രവർത്തിക്കുന്ന കൗണ്ടറിൽ നിന്ന് ആളുകൾ നേരിട്ട് ക്യൂ നിൽക്കുക, നേരിട്ട് ചെന്നുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. മിനിക്കോയി, കവരത്തി, ആന്ത്രോത്ത് ദ്വീപുകളിലെ നിവാസികളാണ് ആവശ്യമായ ടിക്കറ്റ് കിട്ടാതെ വൻകരയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഈ ദ്വീപുകളിലേക്ക് കൂടുതൽ കപ്പൽ വെസൽ സർവീസുകളും നിവാസികൾ ആവശ്യപ്പെടുന്നു. മീഡിയ 1 കൊച്ചി.